യമനി പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സന ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമങ്ങൾ തകൃതിയായി തുടരുന്നതിനിടെ കടുത്ത നിലപാടുമായി തലാൽ അബ്ദോ മെഹദിയുടെ സഹോദരന്റെ പോസ്റ്റ്. തങ്ങളുടെ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ലെന്നും ആരുമായി സംസാരിച്ചിട്ടില്ലെന്നും വിളിച്ചിട്ടുമില്ലെന്നും അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കി. അറബിയിലും മലയാളത്തിലുമാണ് പോസ്റ്റ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായി പോലും സംസാരിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ നിലപാടിപ്പോഴും അതേപോലെയാണ്. ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശിക്ഷയുടെ നടപ്പാക്കലാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങിയത്. ശുഭസൂചന. തലാലിന്റെ കുടുംബം ചർച്ചകളോട് സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്നത് സൂഫി പണ്ഡിതർ എന്ന ചാനൽ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അബ്ദുൽ ഫത്താഹിന്റെ പോസ്റ്റ്. മലയാള മാധ്യമങ്ങളെ വിമർശിച്ചും നേരത്തെ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്: ഇതുവരെ ഇന്ത്യൻ മീഡിയ, പ്രത്യേകിച്ചും കേരള മീഡിയ, കുറ്റക്കാരിയായ നിമിഷപ്രിയയെ കുറ്റവാളി എന്നതിന് പകരം ഒരു പാവം എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അവൾ നടത്തിയ അതിക്രമവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായ കുറ്റകൃത്യം ഇവർ അകറ്റുകയും ഒതുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പൊതുജനങ്ങളെ പറഞ്ഞുകൊടുക്കുന്നു. ഇന്ത്യൻ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രചരണങ്ങൾ സത്യം മാറ്റുന്നില്ല, മറിച്ചും അതിനാൽ ഞങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാകുന്നു. കുറ്റവാളികൾക്കെതിരെയുള്ള വിധിയാകുന്ന ഖത്തൽ ശിക്ഷ നടപ്പിലാക്കപ്പെടണം എന്നത് ഞങ്ങളുടെ അവകാശമാണ്. അതേസമയം ഫൈസൽ നിയാസ് എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടകം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ കുറ്റക്കാരി അല്ലെന്ന് വരുത്താനായി മലയാള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതാണ് തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്നതെന്നാണ് ഫൈസൽ നിയാസിന്റെ പോസ്റ്റിൽ പറയുന്നത്. മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ സ്ക്രീൻഷോട്ടും ഒപ്പമുണ്ട്. ഫൈസൽ നിയാസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: നിമിഷപ്രിയ കുറ്റക്കാരി അല്ലെന്ന് വരുത്താനായി മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റോറിയും അതിന് ചിലർ നൽകിയ കമന്റുകളുമാണ് ചിത്രങ്ങളിലുള്ളത്. കൊല്ലപ്പെട്ട തലാലിനെ കുറ്റപ്പെടുത്തുകയും തെളിവുകളില്ലാതെ ഇത്തരം പ്രചരണം നടത്തുന്നതുമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്നത്. മലയാള മാധ്യമങ്ങൾ അവർ കൃത്യമായി പിന്തുടരുന്നുണ്ട്. തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജിൽ പിന്നിലേക്ക് പോയി നോക്കിയാൽ അറിയാം അവർ കഴിഞ്ഞ 9 വർഷത്തോളമായി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസം BBC-ക്ക് നൽകിയ ആഭിമുഖ്യത്തിൽ തലാലിനെ കുറ്റക്കാരനാക്കി നിമിഷപ്രിയയെ ഇരയാക്കി ചിത്രീകരിക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ച് വളരെ രൂക്ഷമായാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സംസാരിച്ചത്. യമനിലെ ജുഡീഷ്യൽ സംവിധാനത്തെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നവർ ഈ കേസിന്റെ നാൾവഴികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ പോലെ പതിറ്റാണ്ടുകൾ നീളുന്ന നീതി സംവിധാനമല്ല അവിടെയുള്ളത്. പൊതുവെ അറബ് നാടുകളിൽ പരമാവധി വേഗം തന്നെ നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. എന്നിട്ട് പോലും ഈ കേസ് 9 വർഷത്തോളം പിന്നിട്ടു. മറ്റൊരു രാജ്യത്തെ പൗരയാണ് പ്രതി എന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ എല്ലാ ലെവലിലൂടെ കടന്നു പോവുകയും അപ്പീലുകൾ തള്ളപ്പെടുകയും അവസാനം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വിധി നടപ്പിലാക്കാൻ അനുവദിക്കുകയും ചെയ്ത കേസാണ്. നീതി നിർവഹണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും വർഷം നീണ്ടുപോയതിന്റെ പേരിൽ തലാലിന്റെ കുടുംബം ശക്തമായി പ്രതിഷേധത്തിലായിരുന്നു. വൈകുന്ന നീതിയുടെ 9 വർഷം എന്ന ഹാഷ്ടാഗോടെയാണ് പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിലുണ്ടായത്. 2024 ഡിസംബർ 23-ന് ഹൂതി രാഷ്ട്രീയ കൗൺസിൽ പ്രസിഡന്റ് നടപ്പിലാക്കാനായി ഒപ്പുവെച്ച 3 കേസുകളിൽ ഒന്നാണ് നിമിഷപ്രിയയുടേത്. അതിൽ മറ്റു 2 കേസുകളിലെയും പ്രതികളുടെ വിധി നടപ്പിലാക്കിയപ്പോൾ ഇത് മാത്രം മാറ്റിവെച്ചതിനെതിരെ തലാലിന്റെ സഹോദരൻ നീണ്ട കുറിപ്പ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ സ്വന്തം മകൻ കൊല്ലപ്പെട്ട കേസിൽ നിരുപാധികം മാപ്പ് കൊടുത്ത വ്യക്തി കൂടിയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. ഇവിടത്തെ പോലെയും അവിടെയും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് തലാലിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൺലൈനിലും അല്ലാതെയും പ്രതിഷേധങ്ങൾ ഏറെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ യമനിൽ നടന്ന ഏറ്റവും പ്രമാദമായ കേസായിട്ടാണ് കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് കഥകൾ മെനയുന്ന മാപ്രകളും ഇതിനിടയിലും ഇസ്ലാമിക നിയമവ്യവസ്ഥകളെ താറടിക്കാനും ശ്രമിക്കുന്ന സംഘികളും ക്രിസംഘികളും ഇതിനിടയിലൂടെ തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്നവരും നിമിഷപ്രിയയുടെ മോചന സാധ്യതകളെ വീണ്ടും സങ്കീർണമാക്കുകയാണ്.